സുമങ്ങൾ രാത്രിയൊരുങ്ങി സമരം വരുവിൻ വരുവിൻ പിതാവേ ഞങ്ങളുടെ മേലും യാത്രാന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ ഞങ്ങളുടെ ഞങ്ങളുടെ മേലും ആത്മാവിന്റെ മേലും കരുണയായിരിക്കണമേ. പിതാവേ ഞങ്ങളുടെ മേലും ആത്മാവിന്റെ മേലും കരുണ പിതാവേ ഞങ്ങളുടെ മേലും ആത്മാവിന്റെ മേലും കരുണയായിരിക്കണമേ. പിതാവേ ഞങ്ങളുടെ മേലും ആത്മാവിന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ഭക്തനെ ഞങ്ങളുടെ മേലും ആത്മാവിന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ഭഗവാനെ, പരിശുദ്ധനായ ഭക്തനെ ഞങ്ങളുടെ മേലും ആത്മാവിന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ഭഗവാനെ, പരിശുദ്ധനായ ഭക്തനെ ഞങ്ങളുടെ മേലും ആത്മാവിന്റെ മേലും കരുണയായിരിക്കണമേ. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സുകളെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ പുത്രനായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. വിശ്വാസികളുടെ ആത്മാവുകൾക്ക് ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പരിശുദ്ധമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പാതാളുകളിറങ്ങി മറ്റൊരിടയിൽ നിന്ന് മൂന്നാം സർവശക്തനായ പ്രാപിച്ചിരിക്കുന്നു. അവിടെ നിന്നിരിക്കുന്നവരെയും മറ്റവരെയും പിടിക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സമയത്തിൽ നല്ലോണം അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, കർത്താവ് അങ്ങയുടെ
സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ കർത്താവ് ദുർഗാവനത്തിൽ സമൃദ്ധമായ ഭാവം രക്തം ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. മറിയമ്മേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരിദ്രമായ ഈശോ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരിദ്രമായ ഈശോ മറിയമേ, സ്വസ്തി, സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ വന്ന സമയത്ത് തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ വന്ന സമയത്ത് തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. അമ്മച്ചിനെ കേട്ടോ ഇവിടെ തരോ വെച്ചോ പറഞ്ഞേ നിങ്ങൾ ചേർന്ന് മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി മരണസമയത്തും തമ്പുരാനോട് ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. മറിയമേ തമ്പുരാന്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. മറിയമേ, സ്വസ്തി, കർത്താവ് പരിശുദ്ധ ജപമാലയുടെ നാട്ടിൽ അപേക്ഷിക്കണമേ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് രാജാതിരാജന മന്ത്രിയുടെ രാജാതിരാജനായ പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. അങ്ങയുടെ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയം പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് കുറിച്ച് കൊടുക്കുന്നു. നമ്മുടെ കർത്താവിശ്വമാകണമേ. ഒഴുകിയവരോട് രക്ഷിച്ചതുപോലെ
ഞങ്ങളുടെ തെറ്റുകളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പുറത്തുവിടാനിടയാകരുതേ. രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനെ രക്ഷിക്കണമേ. സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. നന്മ നിറഞ്ഞ കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സ്വർഗാരൂപിതരാജ്ഞി പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഞങ്ങളോടൊപ്പമായിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആയിരിക്കാം. അമ്മേനെ നിർത്തിയില്ല, എന്തോ അമ്മേനെ കൂടെ നിർത്തിയില്ല. പിള്ളേർ മുന്നോട്ട് തന്നെ
മോനെ ഇങ്ങോട്ട് ശരിയാണ്. ചേച്ചി കുറച്ച് അടുത്ത് നിൽക്കാമോ? രണ്ടുപേരും ഇപ്പുറത്ത് വരും. ഇങ്ങോട്ട് നീങ്ങുന്നേ നീങ്ങുന്നേ നീങ്ങി നിൽക്കും. ഇങ്ങോട്ട് നീങ്ങി. അപ്പോൾ കൊച്ചിനോട് മാറിക്കും. കാണാൻ വരുന്നത് അപ്പുറത്തേക്ക് ഇങ്ങോട്ട് ചേർത്തിട്ടാണോ? എല്ലാവരും നിന്നിട്ട് വെച്ചോ കേട്ടോ. അല്ല സാർ ഒന്നേടെ നിൽക്കും വെച്ചോ. അച്ഛൻ്റെ എന്നിട്ടാ ചേച്ചി അവിടെ നിന്നോ? ആരാ റീത്ത് വെക്കുന്ന ആളിവിടെ വാ. സാർ ഇങ്ങോട്ടേക്ക് ഇപ്പുറത്ത് ചേച്ചി ഇങ്ങോട്ട് ഇപ്പോഴത്തെ അടുത്തുനിന്ന് നിങ്ങൾ ഈ കൂടെ ഉള്ളവര്
അങ്ങയുടെ രാജ്യഭരണമേ സ്വർഗ്ഗത്തിലെ പോലെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന്റെ തമ്പുരാനും മനോഹരത്താൽ മുമ്പിൽ ചേരുവാനിടയാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. പരിശുദ്ധാത്മാവിന് സ്തുതി. ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി സ്വതന്ത്രനായ ഞങ്ങളുടെ എല്ലാവരെയും നാമോചിതമാണ്. ഞങ്ങൾ തെറ്റുകൾ ക്ഷമിക്കാനേ, ഞങ്ങൾക്ക് വിടാനിടയാകരുതേ. ഇക്കാര്യത്തിൽ ഞങ്ങളെ രക്ഷിക്കണം. ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ശക്തനായ പിതാവും ആകാശത്തെ ഭൂമിയുടെയും ശ്രദ്ധാവുമായ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവും ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഈശോയുടെ അതിദാരുണമായ കുറിച്ച് ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഈശോയുടെ ധാരണമായ 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 മതസംസ്കാരത്തിന്റെ നമ്മൾ ആരംഭിക്കുകയാണ്. നമ്മൾ സാധാരണ പൊതുവെ വിജയമായി ചെയ്യുന്നത് വിഗ്രഹങ്ങളുടെ ശേഷം സർവീകരിക്കുമ്പോൾ നമ്മുടെ മനുഷ്യൻ ആയിട്ട് ആൾക്കാർ മുമ്പ് പോകുക. അതിനുശേഷം ഏറ്റവും പുറകിലായിട്ടായിരിക്കും വാഹനത്തിൽ തോന്നുന്നത്. ഇതേപോലെ അങ്ങയുടെ ഭഗവാനും ഞങ്ങളുടെ പാപനാഥനമായി ഈ സ്വതന്ത്രകളെ ആശ്രയിക്കണം. സദാവിജയം തുടങ്ങും സർവ്വഭഗവാൻ നാമത്തിൽ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. അപനങ്ങളെയും ദൈവത്തിനെയും ദൈവത്തിനെയും ദൈവത്തിനെയും
ഭാരതം പ്രത്യാശയും എപ്പോഴും എന്നേക്കും ഞങ്ങളുടെ പിതാവ് ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. അനാഥനെയും ഭൂമിയിലെയും രാജാവും ജീവിതനാട്ടിലെയും നാഥനമാകുന്ന പിതാവും തന്നെ പരിശുദ്ധമായ സർവേശ്വര മനുഷ്യജീവൻ ഉൾപ്പെടുത്തി തുല്യമാകുന്നു. ഉയർത്തിക്കുന്നവരെ നിന്റെ തിരുനാമത്തിന് സ്തുതി. എന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. മനുഷ്യജീവൻ ഉൾപ്പെടുത്തുന്നതിലമാവുന്നു. ഉയർത്തിക്കുന്നവരെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. മണ്ഡലത്തെ സൃഷ്ടിച്ചവരും അയാളുടെ സന്താനങ്ങളെ ഉദ്ധാനം വഴി നവീകരിക്കുന്നവരുമായ കർത്താവെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. എന്റെ ദിവസങ്ങൾ പരിമിതങ്ങളാവുന്നു. എന്റെ ജീവിതത്തിൽ അതാർക്ക് വേണ്ടിയാണെന്ന് അവർ അറിയുന്നില്ല. എന്റെ ദിവസങ്ങൾ പരിമിതങ്ങളാവുന്നു. അർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിൽ സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. ഞങ്ങളുടെ സൃഷ്ടിയെ ആധിക്യത്താൽ തീർക്കുകയും ചെയ്യുന്നവർക്കാണ് നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. നിന്റെ ദാസന്റെ ആത്മാവെ സന്തോഷിക്കുകയേ. മൃഗനാമിശിഹാകർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോടു വാണിടുവാൻ ദാസികളുവരുളേണം. വിലപിക്കരുതേ, മരണത്തിൽ പുനരുദ്ധാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായെന്നിൽ വിശ്വാസം നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമ ദിവസം ഉയർത്തേയും. കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കുന്നേ. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുത്ഥാനം.
പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. എന്റെ സഹോദരനെ വിഷ്ണുപൗരസ്മിയാത്രക്കാർക്ക് എഴുതിയ ലേഖനം എന്റെ സഹോദരനെ മുറിച്ചെടുക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടി ഉയർത്തിക്കും. നമ്മുടെ കർത്താവ് ആഗതനാവുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാവളത്തോടും കൂടെ സ്വർഗ്ഗത്തിന്റെ എഴുന്നേൽക്കും. മിശിഹ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേറ്റനായി അവരോടുകൂടി മേഘങ്ങളിൽ എടുക്കപ്പെടും എന്നും നാം എന്നും കർത്താവിനോടുകൂടി ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിക്കുകയും നമ്മയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ വചനം കേൾക്കുകയും എന്നെ ഐശ്വര്യം വിശ്വസിക്കുകയും ചെയ്യുന്നവനെ സത്യമുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു, അല്ല അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടാൽ ജീവന്റെ ഉറവിടമായ പിതാവ് എന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധവർത്താകാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങളെ വിസ്മയിക്കേണ്ട, എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവനോർത്തിനും എന്നെ ചെയ്തവർ യഹൂദോർത്തിനുമായി കൊടുത്തു വരുന്നു. നമ്മുടെ താല്പര്യ ഗ്രൂപ്പുകളിലെ ഇടഭാഗ കാലത്താഴ്ച പെണ്ണായിട്ടുള്ള ലക്ഷ്മി വലിയ വിളിച്ച് ഭക്ഷണം കൊണ്ടുപോയിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും എല്ലാവത്തോടും ഭക്തിയോടും കൂടെ കർത്താവേ ഈ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതിന്റെ മയക്കൃപ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായെ നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ടുപുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിന്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഭാഗത്തായതിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ത്തിന്റെ പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ ഇതിന്റെ സത്യത്തിന്റെ പ്രമയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാവുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഭക്തിതരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ദാസറിന്റെ മരണത്തെ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായെ കരയുന്നവരുടെ കണ്ണുനീർ കൊടുക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്നും നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാവങ്ങൾ കൊടുക്കുന്നതിനായി മിശിഹായെ രാത്രിയുടെ പാവങ്ങൾ കൊടുക്കുകയും കുടുംബാംഗങ്ങളെയും ചർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശ്വാസപ്രമാണം സർവശക്തനും പിതാവും ആകാശത്തെയും അവിടെ
നിന്റെ ദയാതിൽ ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മകനീയമായ തൃത്വത്തിന് നിരപ്പം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മതത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും ആകാശത്തിലും ഭൂമിയിലും സുദൃഢമാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. അന്നൊരു ദിവസം ദർശനിയായിൽ സഹോദരിമാരാം മർത്താമറിയും ചുടുകണ്ണീരും വീട്ടിയിരുന്നു. അന്നൊരു ദിവസം ദർശനിയായിൽ സഹോദരിമാരാം മർത്താമറിയും ചുടുകണ്ണീരും വീട്ടിയിരുന്നു. മരണമടഞ്ഞൊരു സോദരയെയും ചിന്തിച്ചടലിൽ നെടുവേർപ്പെട്ടു കരഞ്ഞു കരഞ്ഞ കണ്ണുകൾ താണു. അന്നൊരു ദിവസം ദർശനിയായിൽ സഹോദരിമാരാം മർത്താമറിയും ചുടുകണ്ണീരും വീട്ടിയിരുന്നു. ജീവനമുയരും ഞാനാകുന്നു കരയ ദൈവം കരുണയുടന്തികമാർന്നകിലേശൻ ശാന്തി പൊഴിഞ്ഞു. അന്നൊരു ദിവസം ദർശനിയായിൽ സഹോദരിമാരാം മർത്താമറിയും ചുടുകണ്ണീരും വീട്ടിയിരുന്നു. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു. ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി. എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ കൂടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ കൃത്യത്ത് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം എന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മുടെ ഫ്രണ്ടിലേക്ക് യാത്ര എടുക്കുകയാണ്. ദയവായിട്ട് ഏറ്റവും മുമ്പ് നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. അവയെല്ലാം കടന്നു പോകുന്നു. സജ്ജതഭാഗ്യം നരരുളിയിടാൻ കഴിവില്ലാത്തോരും കാക്കണമേ. കൃപയുടെ നാട്ടിൽ സഹജന്മാരെ സ്നേഹിതഗണമേ യാത്രയിതാ ഞാൻ ചോദിക്കുന്നു. നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം മിശിഹാനാഥൻ പ്രതിഫലമേകും. അവസാനം സ്വന്തം അർപ്പിക്കാനുള്ള അവസരമാണ്. പള്ളിയിലേക്ക് എടുക്കുന്നതിന് മുമ്പ് അവർ ചുംബിക്കുക. അതിനുശേഷം എല്ലാവർക്കും പള്ളിയിൽ അന്തിമ ഉപചാരം അർപ്പിക്കുവാനും ചുമതല നൽകുവാനുമായിട്ട് അവസരമുണ്ടായിരിക്കും. ഭൂമിയിലവർ വിലപിക്കുന്നു ആഡംബരവും പ്രൗഢിയുമെല്ലാം നാശോന്മുഖമായി നിഷ്പ്രഭമാകും. ഓടുന്നു ഞാൻ ലയമിയലാത്തോരുന്നതമോസ്ലേ പ്രാതിപദിനായി. ജനികാശകളും
പള്ളിയിലേക്ക് പോകാനുള്ളവർ നടന്നു പോകാനുള്ളവർ പോകാവോ ഇറങ്ങി കേട്ടോ. പള്ളിയിലേക്ക് പോകാനുള്ളവർ പുറത്തേക്ക് ഇറങ്ങി. ഇത് അവസാനമാണ് മൃഗശരീരം എടുക്കുന്നത്. പള്ളിയിലേക്ക് പോകുന്ന എല്ലാവരും പുറത്തേക്ക്. ബന്ധുക്കളായിട്ടുള്ളവർ മാത്രം ശ്രമിക്കാനായിട്ട് നിൽക്കാൻ ബാധ്യത.
ഈശ്വരസിദ്ധായി പ്രിയ വൈദികരെ, സിസ്റ്റേഴ്സ്, ദൈവജനൻ, നമ്മുടെ പ്രിയപ്പെട്ട അമ്മച്ചിയുടെ വേർപാട് ദുഃഖിക്കുന്ന പുനരുദ്ധാനമൊഴിയിൽ മാനിയക്കൽ കുടുംബാംഗങ്ങളെ, വളരെ പ്രത്യേകമായിട്ട് ഈ അമ്മച്ചിയുടെ പ്രിയപ്പെട്ട മക്കൾ സിവിസാറ്, സോജൻ, സണ്ണി, ലിസി, ടിക്കി, പ്രിയപ്പെട്ട കൊച്ചുമക്കളെ, ഒന്നാം സങ്കീർത്തനം 1 മുതലുള്ള തിരുവചനങ്ങൾ. ദുഷ്ടന്റെ ഉപദേശം സ്വീകരിക്കാത്തവരും പാപിയുടെ വഴിയെ വ്യാപരിക്കാത്തവരും പരിഹാസിയുടെ പീഠത്തിൽ ഇരിക്കാത്തവരും ഭാഗ്യവൻ. അവൻ കർത്താവിൻ്റെ നിയമത്തിൽ ആനന്ദിക്കുന്നു, രാപകൽ അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു.
ആദ്യതീരത്ത് നടപ്പെട്ടത് യഥാകാലം ഫലം നൽകുന്നതുമായ വൃക്ഷം പോലെയാണ് ആ വ്യക്തി. നമ്മുടെ പ്രിയപ്പെട്ട സിസിലി അമ്മച്ചി ഈ ഭൂമിയിലെ 81 വർഷക്കാലം കർത്താവിൻ്റെ നിയമത്തിൽ ആനന്ദിച്ച വ്യക്തി. കർത്താവിൻ്റെ നിയമം എന്ന് പറയുന്നത് വിശുദ്ധ ഗ്രന്ഥമാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ദൈവവചനത്തിൽ ആനന്ദിച്ച ജീവിതം നയിച്ച പ്രിയപ്പെട്ട അമ്മച്ചി. ഞാനിവിടെ വന്ന് വികാരിച്ചു സംസാരിച്ചപ്പോൾ അച്ഛൻ ആദ്യം എന്നോട് പറഞ്ഞത്, കഴിഞ്ഞ ആഴ്ച ധ്യാനം കൂടി കുമ്പസാരങ്ങളുടെ ഉദാസ സ്വീകരിച്ച് ഒരുങ്ങിയാണ് അമ്മച്ചി പോയത്. കർത്താവിൻ്റെ നിയമത്തിൽ ആനന്ദിച്ചതുപോലെ കർത്താവിൻ്റെ വാക്കുകൾ കേട്ട് കുമ്പസാരങ്ങളുടെ ഉദാസ സ്വീകരിച്ച് ഒരുങ്ങി ഒരു പുണ്യപ്പെട്ട മരണമാണ്. അതുകൊണ്ട് സങ്കീർത്തകൻ 116 സങ്കീർത്തനം 15 വാക്യത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് തൻ്റെ വിശുദ്ധരുടെ മരണം കർത്താവിന് അമൂല്യമാണ്. ഈ ഭൂമിയിൽ വിശുദ്ധമായ ജീവിതം നയിച്ച ഒരു വ്യക്തി അനുഗമിച്ചുകൊണ്ടാണ് എല്ലാവരും ഈ വാരിയിലേക്ക് വന്നത്. ലേഖനം 4-ാം അധ്യായം 7-ാം തിരുവചനം, ഞാൻ നല്ല ഓട്ടം ഓടി എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, എൻ്റെ വിശ്വാസം ഞാൻ കാത്തു സൂക്ഷിച്ചു. നീതിമാനായ കർത്താവ് നീതിയുടെ കിരീടം എനിക്ക് നൽകും. ഭവനത്തിലെ പ്രാർത്ഥന സമയത്ത് അപ്രകാരം പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ പുഷ്പ കിരീടം ഈ അമ്മച്ചിയുടെ ശിരസിൽ അണിയിച്ചത്. ഒറ്റ കാരണമാണ്, നീതിയോടെ ജീവിച്ചു, വിശ്വാസം കാത്തു സൂക്ഷിച്ചു. അതുകൊണ്ട് തന്നെ നീതിമാനായ പിതാവ് സ്വർഗരാജ്യത്തിൽ അവിടുത്തെ വലതുഭാഗത്ത് ഈ അമ്മച്ചിക്ക് ഇടം നൽകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. എനിക്ക് പങ്കെടുക്കാൻ കുഴിയിൽ കുടുംബാംഗങ്ങളുള്ള പ്രത്യേകമായ പരിചയം പ്രിയപ്പെട്ട സിബി സാറും മേരി ടീച്ചറും ഈ ഇടവകയിൽ സാർ പ്രധാനാധ്യാപകനായതുകൊണ്ടും ടീച്ചർ ഇവിടുത്തെ വിശ്വാസ പരിശീലകനായതുകൊണ്ടാണ്. ഇവർ രണ്ടുപേരും കുഞ്ഞുങ്ങളെ വിശ്വാസം പരിശീലിപ്പിക്കുവാനായിട്ട് ഈ ഇടവകയിൽ ശുശ്രൂഷ ചെയ്യുമ്പോഴും ഞാൻ നന്ദിയോട് ഓർമ്മിക്കുന്നത് ഈ പ്രിയപ്പെട്ട അമ്മച്ചിയാണ്. കാരണം ഞായറാഴ്ച കുടുംബത്തിൽ നിന്ന് 2 പേര് മാറി നിൽക്കുമ്പോൾ കുടുംബത്തിൻ്റെതായ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഭംഗിയായിട്ട് നിർബന്ധിച്ചുകൊണ്ടിരുന്ന പ്രിയപ്പെട്ട അമ്മച്ചി. പരിശീലനാകുവാൻ സാധിച്ചുവെങ്കിൽ ഈ പ്രിയപ്പെട്ട അമ്മച്ചി അതിന് വേണ്ട എല്ലാ പ്രോത്സാഹനവും നൽകി എന്നതുകൊണ്ട് മാത്രമാണ് എന്ന് നമുക്കറിയാം. വിശ്വാസ പരിശീലകരുടെ ദൗത്യം കുഞ്ഞുങ്ങളെ കർത്താവിൻ്റെ മുഖം കാണിച്ചു കൊടുക്കുക, സ്വർഗത്തിലേക്കുള്ള വഴികൾ കുട്ടികളെ പഠിപ്പിക്കുക എന്നതാണ്. തീർച്ചയായും നമ്മുടെ പ്രിയപ്പെട്ട അമ്മച്ചിയുടെ 5 മക്കളെയും ഈ വഴികൾ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. കാരണം ഞാൻ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നും തുടക്കത്തിൽ തന്നെ ഒരു ഭാഗം പറഞ്ഞപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരു മകള് ആ വചനം അതുപോലെ അവിടെ ഇരുന്നു കൊണ്ട് സങ്കടപ്പെട്ടുകൊണ്ട് ഉച്ചരിക്കുന്നതും ഞാൻ കണ്ടു. കാരണം ഈ അമ്മച്ചി വിശ്വാസത്തിൻ്റെ വഴികൾ മക്കളെ പഠിപ്പിച്ചു എന്ന് ഞാൻ കുറച്ച് വിശ്വസിക്കുന്നു. ഒരമ്മച്ചിയുടെ ജീവിതത്തിലെ സുഹൃത്തുക്കൾ അത് മക്കളുടെ ജീവിതത്തിൽ കൂടിയാണല്ലോ വെളിപ്പെടുന്നത്. എനിക്ക് ഏറ്റവും പരിചയം സിബി സാറിനെ. ഒരു വ്യക്തിക്ക് എത്രമാത്രം വിനയത്തോടെ ഇടപെടാൻ പറ്റുമോ അത്രത്തോളം വിനയത്തോടെ സ്കൂളിൽ പ്രധാനാധ്യാപകനായി വിരമിച്ച വ്യക്തി അത്ര വിനയവും എളിമയും സിബി സാറിന് ഉണ്ട് എന്ന് പറയുമ്പോൾ മറ്റെല്ലാ മക്കൾക്കും അപ്രകാരം തന്നെയെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. മനുഷ്യന്മാർ ചിന്തിക്കുമ്പോൾ അമ്മയുടെ വേർപാട്, അപ്പൻ്റെ വേർപാട് നമുക്കെല്ലാവർക്കും ദുഃഖമാണ്. എങ്കിലും അമ്മയുടെ വേർപാട് നമ്മൾ ഒത്തിരിയേറെ സങ്കടപ്പെടുന്നതാണ്. കാരണം അമ്മയെ വിളിച്ച് കൊണ്ടുതരാത്ത ഒരു കൊച്ചു കുഞ്ഞ് നമ്മുടെ എല്ലാവരെയും ഉള്ളിൽ ഉറങ്ങി കിടപ്പെടുന്നത്. അതുകൊണ്ട് അത്ര പ്രായമായാലും അമ്മയുടെ അടുത്തേക്ക് ഓടിയെത്താൻ നമ്മൾ ആഗ്രഹിക്കാറ്. അമ്മച്ചിയുടെ വേർപാട് മക്കൾക്കും കൊച്ചുമക്കൾക്കുമൊക്കെ വലിയ വേദനയുടെ
എങ്കിലും നമുക്ക് ചിന്തിക്കാം, അത് കർത്താവിൻ്റെ പദ്ധതിയാണ്. നമ്മൾ ആരും അമ്മച്ചി ഈ സമയം കർത്താവ് വിളിക്കുമെന്ന് ചിന്തിച്ചിട്ടില്ല. നല്ല ആരോഗ്യത്തോടെ ആശുപത്രിക്ക് പോയ അമ്മച്ചി നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാം, അത് കർത്താവിൻ്റെ പദ്ധതിയാണ്. അമ്മച്ചി ഈ സമയം കർത്താവിന് സ്വർഗത്തിൽ ആവശ്യമുള്ളതുമാണ്. കർത്താവിൻ്റെ ഭാഗത്തായിരിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എമ്മച്ചി ജീവിതകാലത്ത് എന്തെങ്കിലും കുറവുകളും പ്രായങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയായിട്ട് കർത്താവെ നിന്റെ വലതുഭാഗത്തായിരിക്കുവാനുള്ള കൃപ നൽകണമേ. ഈ അമ്മച്ചിക്ക് വേണ്ടി സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറന്നിടണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ശുദ്ധീകരണ സ്ഥലത്തിൻ്റെ വാതിലുകൾ ചാരിയിടണമേ എന്ന് പ്രാർത്ഥിക്കാം. നരകത്തിൻ്റെ വാതിൽ കർത്താവെ നീ പൂട്ടിയിടണമേ എന്ന് പ്രാർത്ഥിക്കാം. ഓരോ വിശുദ്ധ വ്യക്തികളുടെയും വിശുദ്ധമായി ജീവിതം നയിച്ച വ്യക്തികളുടെയും മരണം നമുക്ക് ചിന്തിക്കുവാനുള്ള അവസരം കൂടിയാണ്. ഇന്ന് ഞാൻ, നാളെ നീ. കർത്താവിൻ്റെ പക്കൽ ഒരു നമ്മുടെ ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. അതിന് കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കുടുംബാംഗങ്ങളെല്ലാവരെയും തലശ്ശേരി അതിരൂപത കാത്തലിക് അപ്പോസ്തലിക്കിൻ്റെ ചെറുപ്പുഴ മിഷനിലെ പ്രാർത്ഥനയും അനുശോചനവും അറിയിക്കുന്നു. അമ്മച്ചിയുടെ പരമായി ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മച്ചി വെള്ളിയാഴ്ച 4 ദൈവസന്നിധിയിലേക്ക് യാത്രയായി. ദൈവത്തിൻ്റെ വലിയ ഒരു കൃപയും പദ്ധതിയുമാണ് അമ്മയിലൂടെ നടപ്പിലായത്. ആരോഗ്യവതിയായിരുന്നു, എങ്കിലും ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് ദൈവം വിളിച്ചപ്പോൾ യാത്രയായി. ഈ അവസരത്തിൽ ഇവിടെ കൂടിയ എല്ലാവരെയും വളരെ നന്ദിയോടെ ഓർക്കുകയാണ്. അഭിമന്യ ഞങ്ങളുടെ പിതാവ് പ്രാർത്ഥന അർപ്പിക്കുകയും ചെയ്തു. ഞങ്ങളുടെ പ്രിയ ബഹുമാനപ്പെട്ട കാറ്റഗിസം ഡയറക്ടർ പിണറായി
വളരെ തിരക്കുള്ള ഒരു ദിവസമാണെങ്കിലും ഒരു ഇടവകയുടെ വിശുദ്ധത്തിന് ശേഷവും ഇവിടെ ഓടിയെത്തി ഈ കർമ്മത്തിൽ പങ്കാളിയാവുകയും ഞങ്ങളോട് വലിയ ഒരു അനുകമ്പ പ്രകടിപ്പിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രിയപ്പെട്ട വികാരിയച്ഛൻ അച്ഛൻ അച്ഛൻ്റെ സ്നേഹപ്രസന്നമായ വാത്സല്യം എപ്പോഴും ഞങ്ങളുടെ കൂടെയുണ്ട്. അമ്മയെ കഴിഞ്ഞ ആഴ്ച അച്ഛൻ പ്രസാരിപ്പിക്കുകയും വിശുദ്ധകുർബാന കൊടുക്കുകയും ചെയ്തു. അതുപോലെ അച്ഛനെ വളരെ നന്ദിയോടെ ഈ അവസരത്തിൽ ഞങ്ങൾ നോക്കുകയും അതുപോലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട കുടുംബത്തിലെ വികാരിയച്ഛൻ മരിക്കനായ അച്ഛൻ എപ്പോഴും ഞങ്ങളോട് വളരെ വാത്സല്യവും നമ്മളെല്ലാവരോടും വളരെ വാത്സല്യവും കാണിക്കുന്ന പ്രിയപ്പെട്ട അച്ഛൻ. അതുപോലെ ഞങ്ങളുടെ ലിഖിലച്ഛൻ ഞങ്ങളുടെ കുടുംബാംഗമാണ്. അച്ഛൻ ഇന്ന് കാസർഗോഡ് നിന്നും അവിടെ ഇടവകയിലെ വികാരിയച്ഛനാണ്. അച്ഛൻ അവിടെ നിന്നും 2 കുർബാനയ്ക്ക് ശേഷം അച്ഛൻ്റെ അച്ഛനെ വളരെ നന്ദിയോടെ അവസരത്തിൽ അച്ഛനെയും കുടുംബാംഗങ്ങളെയും നോക്കി അതുപോലെ ഇവിടെ കൂടിയിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ബന്ധുമിത്രാദികൾ, പ്രിയ ഇടവകാംഗങ്ങൾ, ഞങ്ങളുടെ മറ്റ് സഹോദരങ്ങൾ എല്ലാവരെയും വളരെ ദൂരത്തു നിന്നുമൊക്കെ വന്നവരുണ്ട്. അവരെല്ലാവരെയും ഈ അവസരത്തിൽ ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് അവർക്കെല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ദിവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. നമ്മുടെ സഹോദരിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതകാല സത്കൃത്യങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിച്ച ഇയാളെ ദൈവം നീതിമാന്മാരുടെ സമൂഹത്തിലേക്ക് പ്രവേശിക്കുമാറാകട്ടെ. മരിച്ചവരെ ഉയർപ്പിക്കുകയും നല്ലവർക്ക് സ്വർഭാഗ്യം നൽകുകയും ചെയ്യുമ്പോൾ തന്റെ അനുഗ്രഹത്താലും തന്റെ മാതാവായ കന്യാമറിയത്തിന്റെ പ്രാർത്ഥനയാലും മിശിഹായോടുകൂടി ഇയാളെ തന്റെ വലത്തുഭാഗത്ത് നിർത്തുമാറാകട്ടെ. ജീവന്റെ പുസ്തകത്തിൽ ദൈവം ഇയാളുടെ പേരെഴുതുകയും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ കരുത്തിൽ ഇയാളെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. എന്റെ ദൈവത്തിന്റെ ഭാഗമേ ഞാൻ നിങ്ങളോട് യാത്ര പറയുന്നു. മാമോദിസ വഴി എന്നെ വിശദീകരിക്കുകയും വിശുദ്ധ കുർബാനയാൽ എന്റെ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റു കൂതാശകളാൽ എന്റെ ആത്മാവിനെ പ്രഭാവനം ചുരുക്കുകയും ചെയ്ത പ്രിയപ്പെട്ട ജാവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എന്റെ പിതാക്കന്മാരും ആത്മീയ പാലകരുമായ പുരോഹിതരെ, ദൈവജനങ്ങളാൽ എന്റെ ആത്മാവിന് പോഷണം നൽകി നിങ്ങളോട് ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങൾ നിന്നാകത്ത് പോകുന്നുവെങ്കിലും എന്റെ സ്നേഹം എന്ന് നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും. സ്വർഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നത് വരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വയലിൽ പുൽക്കൊടി പോലെ ജീവിതവിളയിൽ കോർത്തോത്തിനെയും നൈരാശ്യമുടെ വിലപിക്കരുതേ. കൊടുക്കുകയും
ചെയ്യണമേ. സ്വഭാവനെ തളിക്കുക, ഞാൻ നിർമ്മലനാകും. ആശ്വസിപ്പിക്കണമേ. അതിനെ കഴുകുക, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ പ്രാർത്ഥന പ്രാർത്ഥിക്കട്ടെ. മനുഷ്യ, നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് അലക്ഷ്യ സ്ഥലത്തിന്റെ നാഥനാദീപം നിന്നെ ഉയർപ്പിന് മഹത്വത്തോടു കൂടി അവസാന ദിവസം തന്റെ വലതുഭാവം നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധദാസിൽ അത്തിന് ദൈവത്തിന്റെ ആസനത്തിങ്കൽ നിന്നെ സഹായിക്കട്ടെ. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. മനുഷ്യ, നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. എന്റെ കർത്താവേ, നിന്നെ ഞാൻ പ്രകീർത്തിക്കും മഹിമയോടെ അന്തിമ വിധി നാളിൽ. കർത്താവേ, നീ അണയുമ്പോൾ കരുണയോടെ എന്നെ നിർത്തണമേ. എൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാ ഞങ്ങൾക്കുദ്ധാനം രക്ഷയുമയരും നൽകുന്നു. ആകാശവും ഭൂമി നിന്റേതാകുന്നു. ആകാശവും ഈ ഭൂതലവും പാവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവരഭയം നീ നൽകണമേ മൃദനായസും. പാടും മൃതരാമരുടെ പാപങ്ങൾ മയക്കണമേ നിൻകൃപയാലേ. മാമോദീസ വഴിയങ്ങേ സുതരാണവനും നോക്കണമേ. അവന്റെ സന്തോഷത്തിൽ അവർ ആനന്ദിക്കും. കർത്താവേ, നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ ആദ്യം മുതലുള്ളവയെല്ലാം തെളിവായി എന്നോട് നാഥാ നിൻ തിരുമിഴിയെല്ലാം കാണുന്നു. നിരവധിയാമെൻ പാപങ്ങൾ നിരയായി എണ്ണി വിധിക്കല്ലേ. പുത്രനും പരിശുദ്ധാത്മാവിൽ സ്തുതി. ബാബാപുത്രൻ രൂഹായേ മുദ്രാമിന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാ പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. ആദ്യം മുതൽ നയിക്കും ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോ മിശിഹാ, ഞങ്ങളിതാ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. എല്ലാം പ്രവർത്തിക്കട്ടെ. ഞങ്ങളുടെ മധ്യ ശരീരങ്ങൾ ഉദ്ധാനം നീയേകുന്നു. നാഥാ, ഞങ്ങളുടെ ആത്മാവും രക്ഷിക്കുന്നവനല്ലോ നീ. നിർഘോഷിക്കുവൻ. സർവേശ നീ പരിശുദ്ധൻ, ബലവാനെ നീ പരിശുദ്ധൻ, നിത്യനമർത്യൻ പരിശുദ്ധൻ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. പാപിനിക്ക് കൊടുത്തു കൊടുത്തവളെ വിശദീകരിച്ച കർത്താവേ, നിന്റെ അനുഗ്രഹത്താൽ മരിച്ചവരെ വിശദീകരിക്കണമേ. മാലാഖമാരോടുകൂടി സ്വർഗത്തിൽ നിന്നെ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും അവർക്ക് നിത്യാശ്വാസം കൊടുക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവിൻ ദാസീവിധി നാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മദ്ദലമറിയമണിഞ്ഞൊരുവൻ മഹിമദ്യുതിയോടെ
കർത്താവിൻ നാളിൽ സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദലമറിയമണിഞ്ഞൊരുവൻ മഹിമദ്യുതയോടെ നിർമ്മല ചരിതകളാം സാറായേലീശ്വ മക്കളോടും കൂടെ കടശീലുത്ഥാനം നിതരാം കനിവാർമരുളേ കർത്താവകിലേശൻ. കർത്താവിൻ ദാസീവിധി നാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദലമറിയമണിഞ്ഞൊരുവൻ മഹിമദ്യുതിയോടെ നിങ്ങൾ കഥനം തുടരാതെ രക്ഷാവചനങ്ങൾ കേട്ടു നടന്നിടുവിൻ. പുനരുത്ഥാനം വരുമല്ലോ മരണമുറക്കം. കർത്താവിൻ ദാസീവിധി നാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദലമറിയമണിഞ്ഞൊരുവൻ മഹിമദ്യുതിയോടെ കാറ്റൊരു വിധേയ് നടക്കുന്ന മാൻപടെ പോലെ കർത്താവെ നിന്നെ ഞാൻ തേടി വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. കാട്ടൊരു വിധേയ് നടക്കുന്ന മാൻപേടെ പോലെ കർത്താവെ നിന്നെ ഞാൻ തേടി വിളിക്കുന്നു. സജീവനായ ദൈവത്തെ ഞാൻ ദാഹിക്കുന്നു. ഞാൻ എപ്പോൾ എന്റെ ദൈവത്തെ കാണും. രാവും പകലും ഞാൻ കണ്ണീര് കുടിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നിന്റെ ദൈവം എവിടെയെന്ന് അവർ നിത്യവും എന്നെ പരിഹസിക്കുന്നു. എന്റെ ആത്മാവെ നീ എന്തിനു നിരാശപ്പെടുന്നു? എന്തിനു നീ വിഷാദിച്ചു കടന്നു? നീ ദൈവത്തിൽ ആശ്രയിക്കുക. പിതാവിനും പുത്രനും കാറ്റൊരു വിധേയ് നടക്കുന്ന മാൻപടെ പോലെ കർത്താവെ നിന്നെ ഞാൻ തേടി വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. സജീവവും ജീവിതായുമായ ശബ്ദാവേ, ആ ശബ്ദം അവിനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസിയെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നതിന് കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധേയകർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉദ്ധാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ. സകലത്തിന്റെയും നാഥനും നാഥനായ ദൈവം തൻ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടി ഉത്കൃഷ്ടമായ ഉയർപ്പും മഹനീയമായ നിത്യജീവൻ നൽകി സ്വർഗരാജ്യമാകുന്ന ഓസ്ലത്തേക്ക് സഹോദരിയെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും വേർപെട്ടുപോയ മിശിഹായുടെ മൗലിക ശരീരത്തിലെ അംഗത്തെ അനുഗമിക്കുകയും ഈ സംസ്കാരം സഹകരിച്ച് സഹോദരി ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളിൽ വസിക്കുകയും അവിടുത്തെ കാര്യം നിത്യം നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മരിച്ചവരെ ഉയർപ്പിക്കുന്നതിന് നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. കരുണയുള്ള കർത്താവെ, കരയുന്നതിനെ വിളിക്കുകയും സങ്കടപ്പെടുന്നതിനെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാന പ്രതീക്ഷയാൽ നിന്റെ ദാസിയെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. എന്റെ കർത്താവേ, നിന്നെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവേ, നീ അണയുമ്പോൾ കരുണയുടെ നിർത്തണമേ. നല്ലവരൊത്തു വരം ഭാഗേ കർത്താവേ, നിന്നെ ഞാൻ ആശ്രയിച്ചു. കർത്താവേ, നീ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അല്ല ഞങ്ങൾക്ക് ഉദ്ധാനം രക്ഷയുമേലും നൽകുന്നു. ആകാശവും ഭൂമി നിന്റേതാകുന്നു. ആകാശവും ഈ ഭൂതലവും താപകമല്ലോ കർത്താവേ. ജീവിക്കുന്നവന ഭയം നീ നൽകണമേ മൃതനായുസ്സും. അവരാന്തരികങ്ങൾ പാടും മൃതരുടെ പാപങ്ങൾ മൈക്കിടവേ നിൻ കൃപയാലേ.
മാമോദീസ വഴിയങ്ങേ സുതരാവരം നോക്കണമേ. അവന്റെ സന്തോഷത്തിൽ അവൻ ആനന്ദിക്കും. കർത്താവേ, നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. താരനാദം കേൾക്കുമ്പോൾ ജീവൻ ഉദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പുത്രൻ റൂഹായേ, മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. തിരുമഴിയെല്ലാം കാണുന്നു. നിരവധിയാണ് പാപങ്ങൾ പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാദിക്ക് ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ, അനുഗ്രഹിക്കണമേ. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുതനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെ മനത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. കൈക്കൊള്ളണമേ ഹൃദയംഗമമാ വിശ്വാസമോടെ ദാസൻ ചെയ്യും ബലിയന്നാഥ തിരുസന്നിധിയിൽ. കൈക്കൊള്ളണമേ ഹൃദയംഗമമാ വിശ്വാസമോടെ ദാസൻ ചെയ്യും ബലിയന്നാഥ തിരുസന്നിധിയിൽ. പൂർവന്മാരാം നോഹബ്രാഹം ഇസഹാക്യാക്കോ മഹിരാശയത്തൻ പരിപാവനമാം ബലികൾ പോലെ. കൈക്കൊള്ളണമേ ഹൃദയംഗമമാം വിശ്വാസമോടെ ദാസൻ ചെയ്യും ഒരു വത്സലരാം സ്ത്രീഹരുമൊരുപോൽ വിനയാൻവിതരായി തവ സന്നിധിയിൽ ചെയ്തൊരു നവമാം ബലി പോൽ നാഥ. കൈക്കൊള്ളണമേ ഹൃദയംഗമമാം വിശ്വാസമോടെ ദാസൻ ചെയ്യും ബലിയന്നാഥ തിരുസന്നിധിയിൽ. ആഘാതത്തിന് വിളിക്കുന്നു. മനുഷ്യരെ അർപ്പിക്കുന്നവരെ നിന്റെ തിരുനാമത്തിന് സ്തുതിയും. അഗാധത്തു നിന്നും നിന്നെ ഞാൻ വിളിക്കുന്നു. കർത്താവേ, എന്റെ ശബ്ദം കേൾക്കണമേ. എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്ക് രക്ഷയുണ്ടാകും? എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവേ, ഞാൻ കാത്തിരിക്കുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. ഇസ്രായേലിന്റെ പാപങ്ങളെല്ലാം അവൻ രക്ഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആഘാതത്തിൽ ഞാൻ വിളിക്കുന്നു. മനുഷ്യരെ അർപ്പിക്കുന്നവരെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. സജീവൻ ജീവിതായകമായ ശബ്ദത്താൽ ആസനം വെച്ച് കർത്താവെ, ആ ശബ്ദം അഗ്നിയമായ നീതിയുടെ ദിവസത്തിൽ നിന്റെ ദാസിയെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്തുകയും ചെയ്തു. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവെ, ജീവന്റെ മനത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. കർത്താവേ, അനുഗ്രഹിക്കണമേ. കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ.
ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉദ്ധാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. സകലത്തിന്റെയും നാഥനും ദൈവവുമായ മിശിഹായെ, നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദേവദൂതന്മാർ അകമ്പടിയോടും കൂടെ വാനമേഘങ്ങൾ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിൽ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷയരായി കബറിൽ നിന്ന് ഉയർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന മഹനീയമായ വിധി ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിന് സജ്ജമാക്കപ്പെടുകയും സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ സഹോദരിയെ നീ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേ. അങ്ങയുടെ രാജ്യം വരണം, അങ്ങയുടെ മനുഷ്യത്തിലെ നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിക്കണമേ. കർത്താവിന്റെ വിടുതലിച്ചവരെ കുറിച്ച് പരിചയപ്പെട്ടുണ്ടായിരിക്കണമേ. സദസ്സനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. ഞങ്ങളുടെ രാജ്യം വരണമേ. ഞങ്ങളുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളോടയാകരുതേ. സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മരണസമയത്തും പുത്രനും പരിശുദ്ധാത്മാവിനെ സ്തുതി. ആത്മാക്കൾ തമ്പുരാൻ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരാനിടയാകട്ടെ. അങ്ങോട്ടല്ലേ വരുന്നത്? ഒരാളും കൂടി ഇങ്ങോട്ട് വന്നേ പിടിക്കും. ഒരാളും കൂടി ഇപ്പുറത്ത് വന്നേ പോകട്ടെ. അവിടെ അവിടെ ഇങ്ങോട്ടോ അവിടെ എങ്ങനെയാണ് നോക്കി ഇങ്ങോട്ട് വരണം. ഇങ്ങോട്ട് കളണമെന്ന് അങ്ങനെ അവിടെ വിട്ടു. കൊച്ചാണ് വേണേ വെച്ചു. ചിലപ്പോൾ വേണമെങ്കിൽ ഞാൻ പോകുന്നു. ആയില്ല ശരി ശരി എന്നിട്ട് നേരെ ഇങ്ങോട്ടായി.
ആഴം കുറവല്ലേ? ആഴം കുറവല്ലേ? ചില പള്ളികളിലൊക്കെ ഇരട്ടിക്ക് മേലെ 3 അരട്ടിയൊക്കെ ഉണ്ട്. ആ